പുറത്ത് പോയി ചെയ്യേണ്ട പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നീട്ടി വെച്ച് ഇങ്ങനെ കുറേ കുന്നോളം കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴായിട്ട് ഞാൻ മിക്കവാറും പുറത്തിറങ്ങുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്നാമത് പറ്റില്ലാണ്ടാവും, അല്ലെങ്കിൽ പണികളൊക്കെ തീർത്തിട്ട് വിചാരിക്കുന്ന പോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഒരു മടി വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 26,000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ടവരിൽ നിന്ന് 10 പേരുടെ പേര് സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുത്തിരുന്നില്ല. അപ്പോൾ അതിൽ കുറച്ച് പേര് നമ്മുടെ ഈ ഏരിയയിൽ തന്നെയുള്ളവരായതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ടൊക്കെ കൊടുക്കാം എന്ന് അവർക്കും എനിക്കും അങ്ങനെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ നീട്ടി വെച്ചിരുന്നു കേട്ടോ. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഒത്തൊരു സമയം വരാത്തതുകൊണ്ടും അവസാനം അയക്കാം എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തി. പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡ്, രാവിലെ വരണം, ക്യൂ നിൽക്കണം എന്നൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം DTDCനെ തന്നെ ആശ്രയിച്ച് അത് അയക്കേണ്ട വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് നമ്മുടെ ഫസ്റ്റത്തെ ഒരു വരുമാനം ചെറുതാണെങ്കിലും നമുക്ക് കിട്ടി. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യത്തെ എമൗണ്ട് കിട്ടുമ്പോൾ ഞാൻ അവൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിരി സന്തോഷമാണ് കാണുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ലോഡഡ് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കണ്ടാൽ ഒരു ലോഡഡ് ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ റോളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ പക്ഷെ ഞാനത് കാണാൻ നല്ല രസമുണ്ട്, ഇങ്ങനെ ചുവപ്പും പച്ചയും മഞ്ഞയൊക്കെ ആയിട്ട് വെള്ളയൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാനായിട്ട് ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം എടുത്ത് കഴിച്ചു നോക്കി. പക്ഷെ എനിക്കിങ്ങനെ ഈ കുത്തിയാലൊന്നും കിട്ടൂലാത്ത ഭക്ഷണമൊക്കെ കഴിക്കാൻ, പിന്നെ വായി കൊള്ളാത്ത ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. വീട്ടിൽ വെച്ചൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, പുറത്ത് വെച്ചാകുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പം അവൾ ഫുള്ള് കഴിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ റോളിൻ്റെ പകുതി ഞാൻ കഴിച്ചു, പകുതി ഇക്കാക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പകുതി കഴിച്ചെങ്കിൽ ഈ പ്ലെയിൻ റോളായതുകൊണ്ട് അത് ലോഡഡ് ഫ്രൈസ് ഫസ്റ്റ് കഴിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ മയണൈസും സോസോടെ കൂടി താറാവ് മുട്ട വലിയിരിക്കണം, അത് മുക്കി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് ആ ചിക്കൻ്റെ പീസ് അതിലേക്ക് വീണുപോയി. എപ്പോഴും ഈ കടകളിൽ കയറുമ്പോൾ ഇങ്ങനത്തെ പണി കിട്ടാറുണ്ട് എനിക്ക്. ഇങ്ങനെ ചിലപ്പോഴൊക്കെ കിട്ടും കേട്ടോ. ഇത്രയും വലിയൊരു വട്ടടിച്ച പരിപാടി, കുഞ്ഞ് പാത്രം ആയതുകൊണ്ട് അത് കോരിയെടുക്കാനും പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബെൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബെൻസ് എന്ന് പറയുമ്പോൾ ഇസഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആ വണ്ടിയാണ് കേട്ടോ, സ്കൂട്ടർ. എന്നെ സംബന്ധിച്ച് ഇത് ബെൻസാണ്. അതായത് എൻ്റെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി എത്ര ദൂരവും ഞാൻ അത്യാവശ്യം ഒരുവിധം ദൂരമൊക്കെ ഈ സ്കൂട്ടർ വെച്ചിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ലിയോ എന്ന് പറഞ്ഞ ഈ കോഫി ഷോപ്പ് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷോപ്പായതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതാ, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറൊരു കടയിലും കൂടെ കയറാനുണ്ട്. അവിടെ അങ്ങനെ എന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ ഒരു ആൽമരം കണ്ടോ, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണിത്. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഇത്. പിന്നെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ, അതായത് 2 വീലറാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിങ്ങനെ ഒത്തിരി സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് നേടിയെടുത്തൊരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് എക്സ്പീരിയൻസും. അതുകൊണ്ട് ഭയങ്കര ഒരു സംതൃപ്തി അല്ലെങ്കിൽ മടുക്കാത്തൊരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വേസ്റ്റ് ബിന്നായിരുന്നു മുമ്പ് ഇവിടെ കണ്ടുവച്ചിട്ട് പോയത് കേട്ടോ. അത് നമ്മുടെ ഈ മുഷിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് തൽക്കാലം നമ്മളൊന്ന് വൃത്തിയാക്കുന്നവരെ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിയത്. പിന്നെ ഈ സ്റ്റീലിൻ്റെ ഡബ്ബ തുറക്കാൻ നോക്കിയപ്പോൾ പറ്റണില്ല കേട്ടോ. മുമ്പ് ഞാൻ വേറെ 2-3-4 വാങ്ങിയിരുന്നു. അപ്പോൾ അത് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അന്ന് വാങ്ങിയതിൻ്റെ അതേ പീസുകൾ തന്നെ കുറച്ചെടുത്തു. പിന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് വാങ്ങിയോണ്ട് തന്നെ 2 വീലർ വെച്ച് വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പോന്നു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് കുറച്ച് സമാധാനമായത്. കാരണം ഈ ബക്കറ്റൊക്കെ വെച്ചിട്ടൊന്നും അങ്ങനെ ഓടിച്ചൊരു പരിചയം എനിക്കില്ലാത്തതുകൊണ്ടേ.